ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവുണ്ടായെന്ന് സുപ്രീം കോടതി. ഓരോ പ്രതികളുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നു. 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം അനുവദിച്ചതിൽ പിഴവ് പറ്റിയെന്നും സുപ്രീം കോടതി നിരീക്ഷണം. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഈ ജാമ്യം റദ്ദാക്കുന്നതിലേക്കോ മറ്റോ കോടതി കടന്നിട്ടുണ്ടോ? എന്താണ് കോടതിയുടെ പരാമർശങ്ങൾ, നിരീക്ഷണങ്ങൾ? ഗോകുൽ, പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ അന്ന് 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം അനുവദിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് അത് അന്ന് തന്നെ ഒരു അസ്വാഭാവിക ഉത്തരവെന്ന നിലയിൽ ചർച്ചയായ ഒന്നുകൂടിയായിരുന്നു. ഇതിൽ NIA നൽകിയ ഹർജിയാണ്, NIAയുടെ അപ്പീലിലാണ് സുപ്രീം കോടതി ഇന്ന് ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ ഈ 17 പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ പിഴവുണ്ടായി എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതായത് ഓരോ പ്രതികളുടെയും കേസിലെ പങ്ക് അത് പരിഗണിക്കാതെയാണ് ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് കടന്നതെന്നുള്ളതും സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഓരോ പ്രതികൾക്കും ആ കേസിൽ എന്ത് പങ്കാണോ അവർക്കുണ്ടായിരുന്നതെന്ന് വിശദമായി പരിഗണിക്കണം. അത് പരിഗണിക്കാതെ ഉണ്ടായ ഒരു ഉത്തരവായി കൂടിയാണ് സുപ്രീം കോടതി കാണുന്നത്. എന്തായാലും ഈ നിലവിൽ ഇതിൽ ജാമ്യം ലഭിക്കാത്ത പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജാമ്യത്തിന് വേണ്ടിയിട്ട്. ആ ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. NIAയുടെ ഹർജി ജനുവരിയിൽ ഇനി പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇന്ന് ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പ്രതികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 9 പ്രതികൾ ഒഴികെ, ഏതാണ്ട് 9 പ്രതികൾ ഒഴികെ ബാക്കി 17 പ്രതികൾക്കും ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു നിർണായക നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.